പാലക്കാട് കോട്ടയിളക്കി UDF. നഗരസഭകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. BJPക്ക് നേരിയ മുന്നേറ്റം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുതരംഗം ആഞ്ഞുവീശിയ ജില്ലയായിരുന്നു പാലക്കാട്. ഇക്കുറിയും കാര്യങ്ങൾ മറ്റൊന്നല്ല. പക്ഷേ വൻ ഭൂരിപക്ഷം പുലർത്തുന്ന ഇടതു കേന്ദ്രങ്ങളിൽ പോലും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. വികസനങ്ങളും വിവാദങ്ങളും ജില്ലയിൽ ചൂടുപിടിച്ച ചർച്ചയായപ്പോൾ തദ്ദേശ വിധി ആർക്ക് അനുകൂലമാണെന്ന കാത്തിരിപ്പിലായിരുന്നു പാലക്കാട്ടുകാർ. അതിന് വിരാമമായിരിക്കുന്നു. പലതും നിലനിർത്താനും പിടിച്ചെടുക്കാനും കടുത്ത പോരാട്ടങ്ങൾ മുന്നണികൾ തമ്മിൽ നടന്നു. കോട്ടകൾ പലതും ഇളകിമറിഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, 7 നഗരസഭകൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 88 ഗ്രാമപഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ് പാലക്കാടിന്റെ തദ്ദേശ ഭൂപടം. പാലക്കാട് ജില്ലാ കൗൺസിലിന്റെ കാലം മുതൽ LDF മാത്രം ഭരിച്ച ജില്ലാ പഞ്ചായത്താണ് പാലക്കാട്ടേത്. 31 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ 19 സീറ്റിൽ LDFും 12 സീറ്റിൽ UDFും വിജയിച്ചു. ഭൂരിപക്ഷമുണ്ടെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ സീറ്റുകൾ നിലനിർത്താൻ LDFന് സാധിച്ചിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. 2020 തിരഞ്ഞെടുപ്പിൽ 30 ഡിവിഷനുകളിൽ 27 എണ്ണത്തിലായിരുന്നു LDF സാരഥികൾ വിജയിച്ചത്. 20 സീറ്റുകളിൽ CPM-ഉം NCP, കേരള കോൺഗ്രസ് എം എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും, JDS-ന് 2 സീറ്റും CPI-ക്ക് 3 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. 3 സീറ്റുള്ള UDF-ൽ മുസ്ലിം ലീഗിന് 2, കോൺഗ്രസ് 1 എന്നിങ്ങനെയായിരുന്നു ഭരണം. കഴിഞ്ഞ തവണ 21 സീറ്റിലായിരുന്നു CPM മത്സരിച്ചതെങ്കിൽ ഇത്തവണ 22 സീറ്റിലാണ് CPM മത്സരിച്ചത്. നഗരസഭകൾ ആർക്കൊപ്പമെന്ന് നോക്കാം. 7 നഗരസഭകളിൽ 3 എണ്ണത്തിൽ LDFും 3 എണ്ണത്തിൽ UDFും, 1 നഗരസഭയിൽ BJPയും വിജയിച്ചിരിക്കുന്നു. ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പശ്ശേരി എന്നീ നഗരസഭകളാണ് LDF നിലനിർത്തിയത്. LDF ഭരിച്ചിരുന്ന പട്ടാമ്പിയും മണ്ണാർക്കാട്, ചിറ്റൂർ, തത്തമംഗലം എന്നീ നഗരസഭകളിൽ UDF വിജയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF ഭരിച്ചിരുന്ന നഗരസഭയാണ് ചിറ്റൂര്. 2020 തിരഞ്ഞെടുപ്പിൽ 4 എണ്ണം LDFും 2 എണ്ണം UDFും 1 BJPയുമാണ് ഭരിച്ചത്. കേരളം ഉറ്റുനോക്കുന്ന കടുത്ത മത്സരം നടക്കുന്ന നഗരസഭകളിൽ ഒന്നായിരുന്നു പാലക്കാട് നഗരസഭ. സംസ്ഥാനത്ത് BJP ഭരണത്തിലേറിയ ആദ്യ നഗരസഭ കൂടിയായിരുന്നു ഇത്. 2015-ലും 2020-ലും നേടിയ വിജയം ആവർത്തിച്ച് പാലക്കാട് ഹാട്രിക് വിജയം നേടാനുള്ള ശ്രമത്തിലായിരുന്നു BJP. 2020 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 12ഉം ലീഗ് 4 സീറ്റുമാണ് നേടിയിരുന്നത്. CPM-ന് 7 സീറ്റാണ് ഉണ്ടായിരുന്നത്. 1 സീറ്റിൽ വെൽഫെയർ പാർട്ടിയും വിജയിച്ചിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ എന്നാൽ സ്ഥിതി അങ്ങനെയല്ല. പാലക്കാട് നഗരസഭയിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭരണം തുലാസിലാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ LDFും UDFും സ്വതന്ത്രരും കൈകോർത്താൽ BJPക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം തികയില്ല. അല്ലാത്ത പക്ഷം പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഹാട്രിക് ആയേനെ. 53 വാർഡുകളാണ് പാലക്കാട് നഗരസഭയിലുള്ളത്. BJP 25 വാർഡുകളിലും UDF 17 വാർഡുകളിലും LDF 8 വാർഡുകളിലും വിജയിച്ചു. 3 സ്വതന്ത്രരും വിജയിച്ചു. ഇതിൽ 2 പേർ LDF സ്വതന്ത്രരാണ്. കോൺഗ്രസ് വിമതനാണ് മറ്റൊരാൾ. ശക്തമായ മത്സരമാണ് ഇത്തവണ നടന്നത്. BJPക്ക് സീറ്റ് നില വർദ്ധിപ്പിക്കാനായില്ല. UDFും LDFും 1 സീറ്റ് അധികം നേടുകയും ചെയ്തു. വെൽഫെയർ പാർട്ടിക്ക് ആകെ ഉണ്ടായിരുന്ന 1 സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. V4 പട്ടാമ്പി വിധി മാറ്റിയ നഗരസഭയാണ് പട്ടാമ്പി. UDF 11, LDF 10, BJP 1, V4 പട്ടാമ്പി 6 എന്നിങ്ങനെയായിരുന്നു 2020-ലെ സീറ്റ് നില. കോൺഗ്രസ് വിട്ട TP ഷാജി രൂപീകരിച്ച V4 പട്ടാമ്പിയുടെ പിന്തുണയോടെയായിരുന്നു LDF അധികാരത്തിലെത്തിയത്. എന്നാൽ TP ഷാജി തിരിച്ചെത്തിയതോടെ കോൺഗ്രസ് നഗരസഭ തിരിച്ചുപിടിക്കുകയായിരുന്നു. UDF 15, LDF 7, NDA 1, സ്വതന്ത്ര 6 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്നു TP ഷാജി. പാലക്കാട് ശ്രദ്ധാകേന്ദ്രങ്ങളായിരുന്നതിലൊന്ന് ഒറ്റപ്പാലം നഗരസഭയാണ്. LDF നിലനിർത്തുകയും ചെയ്തു. LDFന് 19, UDF 7, BJP 12, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് സീറ്റ് നില. നഗരസഭ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ചരിത്രം LDFനായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 36 സീറ്റിൽ 16 സീറ്റിൽ LDF വിജയിച്ചു. സ്വതന്ത്ര മുന്നണിയും ചേർത്ത് 11 സീറ്റിലായിരുന്നു UDFന് വിജയം. CPM വിമത വിഭാഗമായിരുന്നു സ്വതന്ത്ര മുന്നണി. BJP കൂടുതൽ സാധ്യത കൽപ്പിച്ച നഗരസഭകളിലൊന്നായിരുന്നു ഇത്. സീറ്റ് നില 9-ൽ നിന്ന് 12ആയി BJP വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പഞ്ചായത്ത് മാറി നഗരസഭയായതിനു ശേഷമുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ചെർപ്പശ്ശേരി നഗരസഭയിലേത്. ആകെ 33 വാർഡാണുള്ളത്. ആദ്യ തവണ UDFും 2ാം തവണ LDFും വിജയിച്ചു. ഇത്തവണയും നഗരസഭാ ഭരണം LDF നിലനിർത്തുകയും ചെയ്തു. 2015-ലായിരുന്നു ചെർപ്പശ്ശേരി നഗരസഭയായത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റിൽ വിജയിച്ച് UDF അധികാരത്തിലേറി. CPM 14, BJP 2 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 18 വാർഡിൽ വിജയിച്ച് LDF ഭരണം തിരിച്ചുപിടിച്ചു. UDF 12, BJP 2, വെൽഫെയർ 1 എന്നിങ്ങനെയായിരുന്നു അന്നത്തെ സീറ്റ് നില. ചിറ്റൂർ തത്തമംഗലം നഗരസഭ LDFിൽ നിന്ന് UDF തിരിച്ചുപിടിക്കുകയാണ് ഉണ്ടായത്. ചിറ്റൂർ നഗരസഭ രൂപീകരിച്ചതു മുതൽ കോൺഗ്രസിനൊപ്പം നിന്നിരുന്നെങ്കിലും വിധി മാറ്റിയ തിരഞ്ഞെടുപ്പായിരുന്നു 2020-ലേത്. കൂടുതൽ സ്വതന്ത്രരെ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ LDF ഭരണം പിടിക്കുകയായിരുന്നു. ഇത്തവണ 19 സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF ഭരണമുറപ്പിച്ചത്. മണ്ണാർക്കാട് നഗരസഭയിൽ UDF ഭരണം നിലനിർത്തി. UDF 17, LDF 4, BJP 1, 8 സ്വതന്ത്രർ എന്നിങ്ങനെയാണ് സീറ്റ് നില. UDF 15, CPM 11, BJP 3 എന്നിങ്ങനെയായിരുന്നു 2020-ലെ കണക്കുകൾ. ഷൊർണൂർ നഗരസഭയിലെ 35 വാർഡിലേക്കാണ് മത്സരം നടന്നത്. നഗരസഭ LDF നിലനിർത്തി.
LDF 17, UDF 5, BJP 12, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് സീറ്റ് നില. നേരത്തെ 33 വാർഡിൽ 16 എണ്ണം CPM, 9 എണ്ണം BJP, 7 കോൺഗ്രസ്, ഒരു SDPI സ്വതന്ത്ര എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. ഇതിൽ കോൺഗ്രസിലെ 2 പേർ CPM-ൽ ചേർന്നിരുന്നു. വാർഡ് വിഭജനവും കോൺഗ്രസിൽ നിന്ന് 2 പേർ CPM-ലേക്ക് എത്തിയതോടെ ഇവരുടെ പിന്തുണയുൾപ്പെടെ വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു LDF. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടത് ആധിപത്യമാണ് പാലക്കാട് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. 13 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ LDF-നാണ് മുൻതൂക്കം. 9 ബ്ലോക്കുകളിൽ LDF-ഉം 3 ബ്ലോക്കുകളിൽ UDF-ഉം വിജയിച്ചു. തൃത്താല ബ്ലോക്കിൽ LDF-ഉം UDF-ഉം 8 സീറ്റുകൾ വീതം നേടി സമനിലയിലാണ്. ആലത്തൂര്, ചിറ്റൂര്, കൊല്ലങ്കോട്, കൊഴമന്നം, മലമ്പുഴ, നെമ്മാറ, ഒറ്റപ്പാലം, പാലക്കാട്, ശ്രീകൃഷ്ണപുരം എന്നീ ബ്ലോക്കുകളാണ് LDF വിജയിച്ചത്. അട്ടപ്പാടി, മണ്ണാർക്കാട്, പട്ടാമ്പി എന്നിവിടങ്ങളിലാണ് UDF വിജയിച്ചത്. 2020 തിരഞ്ഞെടുപ്പിൽ 11 ബ്ലോക്കുകളിലായിരുന്നു LDF വിജയിച്ചത്. 2 ബ്ലോക്കുകളിൽ നിന്ന് UDF സ്വാധീനം 3 വർദ്ധിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്കിലാണ് UDF പുതിയതായി വിജയിച്ചത്. പഞ്ചായത്തിൽ ആരെന്ന് നോക്കാം. 88 ഗ്രാമപഞ്ചായത്തുകളാണ് പാലക്കാടുള്ളത്. 2020 LDF 63 പഞ്ചായത്തുകളിലും UDF 23 പഞ്ചായത്തുകളിലും വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും LDF-നാണ് മുന്നേറ്റമുണ്ടാക്കിയതെങ്കിലും സീറ്റ് നില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 10ഓളം പഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ല. പ്രാദേശിക ധാരണകളും പിന്തുണയും ഭരണത്തെ സ്വാധീനിക്കും. എന്തുതന്നെയായാലും പാലക്കാട് ചൂടേറിയ ചർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ആര് ഭരിക്കുമെന്നുള്ളത്. വരും നിമിഷങ്ങളിൽ നമുക്കതിനൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യ മുന്നണിയായ LDF-ഉം UDF-ഉം ചേർന്ന് ഭരിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.